ഓം ശ്രീമാത്രേ നമഃ. നമസ്കാരം. ലളിതോപാഖ്യാനം തുടരുന്നു. ദേവഗുരുവായ ബൃഹസ്പതി ഇന്ദ്രാദി ദേവന്മാർക്ക് ഉപദേശങ്ങളെല്ലാം നൽകി. ഇവിടെ ദേവന്മാർ ബലഹീനരായി തീർന്നു. ശിവപ്രേരിതനായിട്ടുള്ള ദുർവാസസ് മഹർഷിയുടെ ശാപം കൊണ്ട്. അതേസമയം തന്നെ അസുരന്മാർ ദേവലോകത്തെ ആക്രമിക്കുകയും അവർ അമരാവതിയിൽ പ്രവേശിച്ച് ദേവന്മാരെയെല്ലാം പരാജയപ്പെടുത്തുന്നു. ദേവന്മാരെല്ലാം അവിടെ നിന്ന് പലായനം ചെയ്ത് ബ്രഹ്മാവിനെ കണ്ട് അവരുടെ സങ്കടങ്ങളെല്ലാം അറിയിച്ചു. ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം ആ മുകുന്ദനെ ശരണം പ്രാപിക്കുന്നു. ഇന്ദ്ര ത്വം അഖിലൈർദേവൈർ മുകുന്ദം ശരണം വ്രജ. മുകുന്ദൻ എന്നാൽ മുക്തിം ദദാതീതി മുകുന്ദ, മുക്തിയെ ദാനം ചെയ്യുന്നവൻ. ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം പാലാഴി തീരത്തേക്ക് എത്തിച്ചേരുന്നു. തുടർന്ന് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. തുഷ്ടൂറു വാഗ്ഭിരിഷ്ടാഭി സർവലോകമഹേശ്വരം അധ പ്രസന്നോ ഭഗവാൻ വാസുദേവ സനാതന. ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതിയെ കേട്ട് ഭഗവാൻ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഓഷധിപ്രവരാ സർവാ ക്ഷിപത ക്ഷീരസാഗരേ അസുരൈ സഹസന്ധായ തഥാമേ വജസേരിത മന്ധാനം മന്ദരം കൃത്വാ യോക്ത്രം കൃത്വാച വാസുകി. നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്യുകയും ശ്രേഷ്ഠങ്ങളായ എല്ലാ ഔഷധികളും ഈ പലാഴിയിൽ നിക്ഷേപിച്ച് മന്ദരപർവ്വതത്തെ കടകോലാക്കിയും വാസുകിയെ കയറാക്കിയും ഉപയോഗിച്ച് ഈ പലാഴിയെ മഥനം ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന അമൃതത്തെ സ്വീകരിക്കുക. സമുദ്രമഥനത്തിൻ്റെ ഫലമായി കിട്ടുന്നതിൻ്റെ പങ്ക് നൽകാം എന്ന് പറഞ്ഞ് അസുരന്മാരെ അനുനയിപ്പിക്കുക. ആ അമൃത പാനം ചെയ്താൽ നിങ്ങൾ മുൻപത്തെ പോലെ തന്നെ ബലവാന്മാരായിത്തീരും. എന്നാൽ അസുരന്മാർക്ക് അല്പം പോലും അമൃത് കിട്ടുകയില്ല. അവർ ക്ഷീണിതരായിത്തീരും. ഇങ്ങനെയെല്ലാം ആ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ വാക്ക് കേട്ട് ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു. നാനാതരം ഔഷധികളെ കൊണ്ടുവന്ന് പലാഴിയിൽ നിക്ഷേപിച്ച് മന്ദരത്തെ കടകോലാക്കി വാസുകിയെ കയറായും ഉപയോഗിച്ച് പലാഴി മഥനം ചെയ്യാൻ ആരംഭിക്കുകയാണ്. വാസുകിയുടെ വാൽഭാഗത്ത് ദേവന്മാരും മുഖഭാഗത്ത് അസുരന്മാരും നിന്നുകൊണ്ടാണ് മഥനം ചെയ്യാൻ ആരംഭിച്ചത്. അസുരന്മാർ ബലവാന്മാരാണെങ്കിലും ഈ വാസുകിയുടെ മുഖത്തുനിന്ന് പുറപ്പെട്ട വിഷാഗ്നി കൊണ്ട് അസുരന്മാരൊക്കെ അവരുടെ ശരീരം ചുട്ടുപഴുത്ത് നിസ്തേജസ്കരായി തീരുകയും ചെയ്യുകയാണ്. എന്നാൽ വാൽഭാഗത്ത് നിൽക്കുന്ന ദേവന്മാർക്ക് ആ ഭഗവത് പ്രേരണയാൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസവും ലഭിക്കുന്നു. പലാഴിയിൽ നിക്ഷേപിച്ചതായ മന്ദരം അത് താണുപോകുന്ന സമയത്ത്
ആ ഭഗവാൻ തന്നെ, ശ്രീഹരി തന്നെ ആദികൂർമാവതാരത്തെ സ്വീകരിച്ച് ആ മന്ദിരത്തിന് ആധാരമൊരുക്കുകയും ചെയ്തു. മധ്യേജ സർവദേവാനാം രൂപേണ അന്യേന മാധവ ചകർഷ വാസുകിംബേക ദൈത്യമധ്യേ പരേണച. മാധവൻ, മായുടെ ധവൻ അഥവാ ലക്ഷ്മീവല്ലഭൻ, ദേവന്മാർക്കിടയിലും അസുരന്മാർക്കിടയിലും പ്രത്യേകം രൂപത്തെ സ്വീകരിച്ച് വളരെ വേഗത്തിൽ ഈ മന്ദിരത്തെ കടഞ്ഞുകൊണ്ടിരുന്നു. ആ പർവ്വതത്തിൻ്റെ മുകളിലും ഭഗവാൻ തന്നെ ബ്രഹ്മരൂപത്തിൽ സന്നിധാനം ചെയ്തു. തൻ്റെ തന്നെ തേജസ് കൊണ്ട് അസുരന്മാരുടെ ബലത്തെ വർദ്ധിപ്പിച്ചു, വാസുകിയെയും ബലവത്താക്കി. ആ ഭഗവാൻ തന്നെ കൂർമാവതാരം സ്വീകരിച്ച് മന്ദിരത്തിന് അധിഷ്ഠാനമൊരുക്കി. ഈ പാലാഴി മഥനക്രിയ മനസ്സിൽ സങ്കല്പിക്കുന്നത് തന്നെ ദുരിതനാശകരമാണ്, അഭീഷ്ടസിദ്ധിപ്രദമാണ് എന്ന ഒരു ഫലശ്രുതി കൂടി ഇവിടെ പറയുകയാണ്. മഥനം തുടരവേ ഉദ്ധിത വാരുണീദേവി മദാലോല വിലോചന. ആ മഥനം തുടരുന്ന സമയത്ത് പലാഴിയിൽ നിന്ന് വാരുണീദേവി, മദ്യത്തിൻ്റെ ദേവതയായിട്ടുള്ള വാരുണി ഉയർന്നു വന്നു. അസുരന്മാർ വാരുണിയെ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് അവരെ അസുരന്മാർ എന്ന് വിളിക്കുവാൻ കാരണം. അതുവരെ ദൈത്യന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന അവർ അസുരന്മാരായത്, സുര ഇല്ലാത്തവർ അസുരന്മാർ. വാരുണിയെ അഥവാ സുരയെ, സുര എന്നുവെച്ചാൽ മദ്യം, ആ സുരയെ സ്വീകരിച്ചവർ സുരന്മാരും ദേവന്മാരും, സ്വീകരിക്കാത്ത ദൈത്യന്മാർ അസുരന്മാരുമായി തീർന്നു എന്നാണ് ഇവിടെ താല്പര്യം. സുരാന വിദ്യതേയേഷാം തേ ഏവാസുരശബ്ദിത വിഗൃഹുണ്ണൈവതാം ദൈത്യ അസുരാശ്ചാഭവം സ്തത. വരുണി അഥവാ സുര, മദ്യം എന്ന് അർത്ഥം ഉണ്ടെങ്കിലും അത് ബോധ വികാസ തൃഷ്ണയുടെ പ്രതീകമാണ്. ഉയർന്ന ബോധതലത്തിലേക്ക് ഉള്ള വികാസത്തിന് ശ്രമിക്കുന്നവർ ആരോ അവർ ദേവന്മാർ, സുരന്മാർ. അതിന് ശ്രമിക്കാത്തവർ അസുരന്മാർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കഥയുടെ തുടർന്നുള്ള പല സന്ദർഭങ്ങളിലും ഈ സുരന്മാരെ കുറിച്ച് പറയുമ്പോഴെല്ലാം ശക്തിദേവതകൾ സുരാപാനം ചെയ്തു ഉല്ലസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴെല്ലാം ഉയർന്ന ബോധതല പ്രാപ്തിയെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന തരത്തിൽ വേണം നമ്മൾ അതിൻ്റെ താത്പര്യത്തെ ഗ്രഹിക്കുവാൻ. വിശേഷ ബോധാവസ്ഥയിലേക്കുള്ള ഉദ്ഗതിയുടെ ദേവത എന്നാണ് ഇവിടെ വാരുണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശേഷ ബോധാവസ്ഥയെ പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നവർ ദേവന്മാർ, അത് ആഗ്രഹിക്കാത്തവർ അസുരന്മാർ. ബോധത്തെ ഉയർത്തുന്നതിനുള്ള ഉപാധി എന്ന നിലയ്ക്കാണ് വാരുണിയെ സുരന്മാർ വിവരിക്കുന്നത്. അസുരന്മാർക്കില്ലാത്തതും ആ ബോധത്തിൻ്റെ ഉദ്ഗതിയാണ്. വെറും സുഖഭോഗങ്ങളിൽ മാത്രം തൽപരരാവുകയും അത് ലക്ഷ്യമാക്കിക്കൊണ്ട് തപസ് ചെയ്യുകയും, അതാണ് അസുരന്മാരുടെ ഒരു പ്രകൃതമെങ്കിൽ
ദേവന്മാർ സർവഭൂത ഹിതേതരന്മാരായി എല്ലാവർക്കും നന്മ വരണം, എല്ലാവർക്കും സുഖമുണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം. മഥനം തുടരവേ കാമധേനു ആവിർഭവിക്കുന്നു. അനേകം അപ്സരസ്സുകൾ ആവിർഭവിച്ചു. പാരിജാത വൃക്ഷം ഉദ്ഭവിച്ചു. കുളിർമ നൽകുന്ന രശ്മികളെ കൊണ്ട് ആവൃതനായിട്ടുള്ള ചന്ദ്രന്റെ ആവിർഭാവം. ചന്ദ്രനെ ശ്രീപരമേശ്വരനാണ് സ്വീകരിച്ചത്. പിന്നീടുണ്ടായ വിഷത്തെ നാഗങ്ങൾ സ്വീകരിച്ചു. കൗസ്തുഭരത്നം ഉദ്ഭവിച്ചു. അതിനെ ഭഗവാൻ മഹാവിഷ്ണു തന്നെ സ്വീകരിച്ചു. വിജയ എന്ന വിശേഷപ്പെട്ടതായ ഔഷധി ആവിർഭവിച്ചു. അതിൻ്റെ ഗന്ധം ഏവരെയും മതിപ്പിക്കുന്നതാണ്. അതിനെ ഭൈരവൻ സ്വീകരിച്ചു. അതിനുമൊടുവിലാണ് തതോ ദിവ്യാംബരധരോ ദേവോ ധന്വന്തരി സ്വയം സമുദ്ധിത കരേബിഭ്ര അമൃതാഢ്യം കമണ്ഡലും. ദിവ്യാസ്ത്രധാരിയായി, ദിവ്യവസ്ത്രധാരിയായിട്ട് അമൃത കുംഭത്തോടുകൂടി ധന്വന്തരി മൂർത്തി ആവിർഭവിച്ചു എന്ന് പറയുകയാണ്. ദേവന്മാരും അസുരന്മാരും പലാഴി മഥനം ചെയ്യവേ ശ്രീഭഗവതി അഥവാ ലക്ഷ്മി സാഗരകന്യകയായി ഉയർന്നു വന്നു. കയ്യിൽ താമരപ്പൂ ഏന്തിക്കൊണ്ടാണ്. എല്ലാവരും ശ്രീസൂക്തം കൊണ്ട് സ്തുതിച്ചു. അപ്സരസ്സുകൾ നൃത്തം ചെയ്തു. അഷ്ടദിഗ്ഗജങ്ങൾ ആ ശ്രീഭഗവതിയെ, ലക്ഷ്മീദേവിയെ സ്വർണ്ണ കുംഭത്തിലെ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഹിരാവത പുണ്ടരീകോ വാമന കുമുദോഞ്ജന പുഷ്പദന്ത സാർവഭൗമ സുപ്രതീകശ ദിഗ്ഗജ. 8 ദിഗ്ഗജങ്ങൾ, അഷ്ടഗജങ്ങൾ. ആ സമയത്ത് ഈ ദിഗ്ഗജങ്ങൾ അഭിഷേകം ചെയ്തതുകൊണ്ട് ദേവിക്ക് ഗജലക്ഷ്മി എന്നു പേരുണ്ടായി. വിശ്വകർമാവ് ദിവ്യങ്ങളായ ആഭരണങ്ങളെ നൽകി. ആ ദേവി ദിവ്യ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു. എല്ലാവരും കാണെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ഭഗവാന്റെ ചിത്തിലെ ആനന്ദമായിട്ട് ആ മഹാലക്ഷ്മി വിരാജിച്ചു. തുളസീജ സമുത്പന്ന പദാർഹ നൈകജാഹരേ തുളസീസാധുതാതേന വിഷ്ണുന പ്രഭവിഷ്ണുന. ഹരിയർച്ചനയ്ക്ക് വേണ്ടി ഭഗവാനെ അർച്ചിക്കുവാൻ വിഷ്ണു ആരാധനയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുളസിയാണ് പിന്നീട് ആവിർഭവിച്ചത്. ആ തുളസിയെയും ഭഗവാൻ സ്വീകരിച്ചു എന്നാണ്. തുളസിയുടെ ആവിർഭാവത്തെക്കുറിച്ച് ദേവീഭാഗവതത്തിലൊക്കെ മറ്റൊരു രീതിയിലാണ് കഥ പറഞ്ഞു കാണുക. തതോ ജഗൃഹിതേ ദൈത്യ ധന്വന്തരികരസ്ഥിതം പരമാമൃതര സാരാഢ്യം കലശം കലശോദ്ഭവ. പലാഴിയിൽ നിന്നും ആവിർഭവിച്ചതായ ധന്വന്തരി മൂർത്തിയുടെ കയ്യിലെ അമൃതകലശത്തെ അസുരന്മാർ തട്ടിയെടുക്കുകയാണ്. അമൃതം കിട്ടാത്തതായ അസുരന്മാർ
അമൃതകലശം അവർ അപഹരിച്ചുവെങ്കിലും ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപത്തെ സ്വീകരിച്ച് ആ അസുരന്മാരിൽ നിന്നും അമൃതകലശത്തെ തൻ്റെ കൈക്കലാക്കുകയും അത് ദേവന്മാർക്ക് വിളമ്പിക്കൊടുത്തു എന്നുമാണ് കഥ. അമൃത് കിട്ടാത്തതായ അസുരന്മാരും ഈ ദേവന്മാരുമായിട്ട് വലിയ യുദ്ധം ഉണ്ടായി. ഈ അവസരത്തിൽ സർവ ലോകങ്ങളുടെയും ഏക രക്ഷാകർത്താവായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു തന്നിൽ നിന്ന് അഭിന്നയായ ലളിതാ പരമേശ്വരിയെ ആരാധിച്ചു. ഏതസ്മിൻ അന്തരേ വിഷ്ണു സർവലോകൈകരക്ഷക സമ്യക് ആരാധയാമാസ ലളിതാം സൈകരൂപിണി. ഭഗവാൻ മഹേശ്വരിയെ ആരാധിക്കുകയും വിധിയാമണ്ണം ആരാധിച്ച് ധ്യാനയോഗത്താൽ ദേവിയുടെ സ്വരൂപത്തോടു കൂടിയവനായി തീർന്നു. സർവസമ്മോഹിനി സാധു സാക്ഷാത് ശൃംഗാരനായിക സർവശൃംഗാരവേഷാഢ്യ സർവാഭരണഭൂഷിത. എല്ലാവരെയും മോഹിപ്പിക്കുന്ന ശൃംഗാരനായികയായിട്ട് ശൃംഗാരവേഷങ്ങൾ അണിഞ്ഞ് ദേവന്മാരെയും അസുരന്മാരെയും യുദ്ധത്തിൽ നിന്ന് തടഞ്ഞ് അസുരന്മാരെ മയക്കിക്കൊണ്ട് പറയുകയാണ്, യുദ്ധം മതിയാക്കൂ. ഈ ആയുധങ്ങൾ പ്രയോഗിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? നിങ്ങൾക്ക് ഇരുകൂട്ടർക്കും ദേവന്മാർക്കും അസുരന്മാർക്കും ഇടനിലക്കാരിയായിട്ട് ഞാൻ വർത്തിക്കാം. നിങ്ങൾ ഇരുകൂട്ടരും ഈ പലാഴിമഥനത്തിൽ ക്ലേശം അനുഭവിച്ചവരാണ്. നിങ്ങൾക്കെല്ലാം ഈ അമൃതം സമമായി നൽകും. അതുകൊണ്ട് അമൃതകുംഭത്തെ എൻ്റെ കയ്യിൽ തരൂ. ഇവിടെ മോഹിനിയായി വന്ന ആ ഭഗവാന്റെ പ്രഭാവത്തെയാണ് വിസ്തരിക്കുന്നത്. ഭാഗവതാദി പുരാണങ്ങളിൽ അതിനെ വളരെ ചുരുക്കിയിട്ടാണ് ആ മോഹിനി ആവിർഭാവത്തെ പറയുന്നത്. അപ്പോൾ അമൃതത്തിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും മത്സരിക്കവേ കലഹിക്കവേ അവരുടെ മുന്നിൽ ആ ഭഗവാൻ തന്നെ തന്നിലെ ശക്തിയെ ആരാധിക്കുകയും അങ്ങനെ ആ ദേവിയുടെ സ്വരൂപത്തെ സ്വീകരിച്ചു എന്നാണ്. അങ്ങനെയാണ് മോഹിനിയായിട്ട് മാറിയത്. ഈ മോഹിനിയുടെ വാക്കുകൾ കേട്ട് അസുരന്മാർ അമൃതകുംഭത്തെ മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം അസുരന്മാർക്കും ദേവന്മാർക്കും അമൃതം വിളമ്പുവാനുള്ള സൗകര്യത്തിനായി അവരെ പ്രത്യേകം നിരയായിട്ടിരുത്തി. എല്ലാവരും മൗനം പാലിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വിളമ്പാൻ ആരംഭിച്ചു. കനൽ കനകദർവീക പുണൻ മംഗളകങ്കണ കമനീയ വിഭൂഷാഢ്യ കലാസ പരമാവഭൗ. കാമകലാരൂപിണിയായിട്ടുള്ള മോഹിനി ആ അമൃത കുംഭം കയ്യിലെടുത്തുകൊണ്ട് വിളമ്പാൻ ആരംഭിച്ചു. ഇവിടെ കാമകല അതിനെ തുരീയ സ്വരമായിട്ടാണ് പറയുക. രജോഗുണപ്രധാനമായി ബ്രഹ്മാവിൻ്റെ രൂപാന്തരം ആയി അഗ്നിസ്വരൂപമായിട്ടിരിക്കുന്ന ഒരു ബിന്ദുവും അതിന് താഴെ സത്വ തമോ ഗുണപ്രധാനമായ ഹരിഹരാത്മകങ്ങളായ സൂര്യചന്ദ്ര സ്വരൂപങ്ങളായിരിക്കുന്ന രണ്ടു ബിന്ദുക്കളും അതിന് താഴെ സത്വരജസ്തമോ ഗുണപ്രധാനമായി ബ്രഹ്മാവിഷ്ണു രുദ്രാത്മകമായി സൂര്യ ചന്ദ്രാഗ്നി രൂപകമായ ശിൽക്കലാവിധാനമായ ത്രികോണവും ചേർന്നതാണ് ഈ രൂപം. കാമകല കാമിം കലാം കാമരൂപാം വിദിത്വ.
ഈ കാമകലയും ദേവിയുടെ ശരീരവും അഭേദമാണ്. ഏറ്റവും മുകളിലെ ബിന്ദു, അത് ശിരസ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം. അതിന് താഴെയുള്ള 2 ബിന്ദുക്കൾ, കഴുത്ത് മുതൽ സ്തനങ്ങൾ വരെയുള്ള ഭാഗം. അതിന് താഴെയുള്ള ത്രികോണം, സ്തനങ്ങൾ മുതൽ ഗുഹ്യഭാഗം വരെയുള്ള ആ ഒരു ഭാഗമായിട്ട് ഭാവിച്ച് ഈ കാമകലാ ത്രികൂടം സശരീരമായി ധ്യാനിക്കുന്നത് ആരാണോ അവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളും സിദ്ധിക്കും. സൗന്ദര്യലഹരിയിലെ സ്തോത്രങ്ങളിൽ 19-ാം ശ്ലോകമായ മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തദധോ എന്ന് ആരംഭിച്ച ശ്ലോകം ഈ കാമകലയാണ് അവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ പറയുന്ന മോഹിനിയുടെ ആ രൂപം, വിഷ്ണുമായയായിട്ടുള്ള മോഹിനിയുടെ രൂപം, കയ്യിലൊരു പൊൻതവി, സ്വർണം കൊണ്ടുള്ള ഒരു ചട്ടുകം വഹിച്ച് ആഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട്, കയ്യിലൊക്കെ സ്വർണവളകളൊക്കെ ധരിച്ച ആ മോഹിനിയുടെ കമനീയ രൂപത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളും സിദ്ധമാവും എന്ന് പറയുകയാണ്. അങ്ങനെ ദേവി തൻ്റെ ഇടത് കൈയിൽ അമൃതകലശം ധരിച്ച് വലത് കൈ കൊണ്ട് ദേവന്മാർക്ക് ആദ്യം വിളമ്പി കൊടുത്തു. അപ്പോഴാണ് സിംഹികാപുത്രനായിട്ടുള്ള രാഹു സൂര്യചന്ദ്രന്മാർക്കിടയിൽ ഇരിക്കുന്നത്. ഈ സൂര്യചന്ദ്രന്മാർ ആ മോഹിനിയെ കാണിച്ചു കൊടുക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള ചട്ടുകം കൊണ്ട് തന്നെ ആ രാഹുവിനെ ശിരസ് ഛേദിച്ചു. എന്നാൽ അമൃതപാനം ചെയ്ത രാഹുവിൻ്റെ ശിരസ് ജീവനോടുകൂടി ആകാശത്തേക്ക് പോവുകയും ജീവനില്ലാത്ത ഉടൽ വീണു. ഇത് കണ്ടിട്ടും മോഹിതരായി തീർന്ന അസുരന്മാർ യാതൊന്നും പ്രതികരിക്കാതെ അവിടെ ഇരുന്നു എന്നാണ്. അമൃതം മുഴുവനും ദേവന്മാർക്ക് വിളമ്പിയ ശേഷം പാത്രം അവിടെ വെച്ചുകൊണ്ട് ദേവി തിരോധാനം ചെയ്തു എന്നാണ്. എല്ലാവർക്കും സമമായി വിളമ്പാം, അർഹിക്കുന്ന രീതിയിൽ വിളമ്പാം എന്നാണ് പറഞ്ഞത്. ഉള്ളിൽ പ്രിയമുള്ളവർക്ക് അമൃത രസത്തെയും ദേവിയോട് വിമുഖന്മാരായവർക്ക് ആ ഒഴിഞ്ഞ പാത്രത്തെയുമാണ് നൽകിയത്. അപ്പോൾ അമൃതെല്ലാം വിളമ്പിക്കഴിഞ്ഞ ശേഷം ഒഴിഞ്ഞ പാത്രമാണ് അസുരന്മാർക്ക് നൽകിയത് എന്നിവിടെ പറഞ്ഞു. ഇത്തരത്തിൽ ആ അമൃതത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നവും ദേവന്മാർക്ക് അമൃതപാനം ചെയ്യാനും ഇടയാക്കിയ സന്ദർഭത്തെ വർണ്ണിച്ചുകൊണ്ട് അതിനുശേഷമുള്ള കഥാസന്ദർഭങ്ങളെയാണ് തുടർന്ന് ഇനി കേൾക്കാൻ കഴിയുന്നത്. പരാഴിയിൽ നിന്ന് ലഭിച്ചതായ അമൃതിനെ ലഭിക്കാത്തതായ ആ അസുരന്മാർ ദേവന്മാരുമായിട്ടൊക്കെ യുദ്ധമുണ്ടായി എന്നും ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ആ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് ദേവാസുര യുദ്ധം അവസാനിപ്പിച്ചു. ആ ദേവന്മാര് ഒക്കെ മടങ്ങിപ്പോകുന്നു. ഈ ഒരു സമയത്ത് ശ്രീനാരദ മഹർഷി കൈലാസത്തിൽ എത്തിച്ചേരുകയും ശ്രീപരമേശ്വരൻ ശ്രീനാരദനെ സ്വീകരിച്ചുകൊണ്ട്
ചോദിക്കുകയാണ്, അല്ലയോ ദേവർഷേ, എന്തൊക്കെയാണ് ലോകവാർത്തകൾ എന്നിങ്ങനെ ചോദിക്കവേ ആ ഭഗവാൻ ആദിനാരായണൻ സ്വീകരിച്ചതായിട്ടുള്ള മഹാവിഷ്ണു സ്വീകരിച്ചതായ മോഹിനി രൂപത്തെക്കുറിച്ചും ആ മോഹിനി രൂപം കണ്ട് എല്ലാവരും മോഹിച്ചുപോയി. ദേവന്മാരും അസുരന്മാരൊക്കെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതുപോലും മോഹിനിയെ കണ്ടിട്ടാണ്. അസുരന്മാരിൽ നിന്നും അവര് ധന്വന്തരി മൂർത്തിയിൽ നിന്ന് അപഹരിച്ചതായ തട്ടിയെടുത്തതായ അമൃതിനെ മോഹിനി ദേവി വീണ്ടെടുക്കുകയും അത് ദേവന്മാർക്ക് നൽകുകയും ചെയ്തു. ആ മോഹിനി രൂപത്തെ ശ്രീനാരദൻ വർണ്ണിച്ച് കേട്ടിട്ടാണ് ശ്രീപരമേശ്വരന് ആ മോഹിനി രൂപം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും ഭഗവാൻ പാർവതീദേവിയോടുകൂടി പാലാഴി തീരത്തേക്ക് എത്തുന്നു. അനന്തശായിയായിട്ടുള്ള ആ ഭഗവാൻ മഹാവിഷ്ണു ശ്രീപരമേശ്വരനെ പാർവതീദേവിയോട് കൂടിയിട്ട് തന്നെ സ്വീകരിച്ചു. എന്താണ് അങ്ങ് വരുവാൻ ഉണ്ടായ കാരണം എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവിടെ ഭഗവാൻ ആവശ്യപ്പെടുന്നത്, ശ്രീപരമേശ്വരൻ ആവശ്യപ്പെടുന്നത്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത എല്ലാവരെയും മോഹിപ്പിക്കുന്നതായ ആ മോഹിനി രൂപത്തെ എനിക്കൊന്ന് കാണണം. ദൃഷ്ടുമിച്ഛാമി തേ രൂപം ശൃംഗാരസ്യ അതിദൈവതം. ശൃംഗാരരസത്തിന്റെ അതിദേവതയായ അങ്ങയുടെ രൂപത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ആ മഹാദേവന്റെ മുന്നിൽ നിന്ന് മഹാവിഷ്ണു അന്തർധാനം ചെയ്തു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ചുറ്റും കണ്ണോടിക്കവേ മഹാദേവൻ കാണുകയാണ് ഒരു മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനം. അതില് ചെടികളിലൊക്കെ ധാരാളം പൂക്കൾ, ആ പൂക്കളിലെ തേൻ കുടിക്കാൻ വേണ്ടി വരുന്ന ഭ്രമരങ്ങൾ, സുഗന്ധമുള്ള പൂക്കളുടെ ആ മനമയക്കുന്നതായിട്ടുള്ള ഗന്ധം, അനേകം മയിലുകളും കുയിലുകളുമൊക്കെ നിറഞ്ഞതായ ഒരു ഉദ്യാനമാണ്. അനേക തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. തമാലം, താലം, ഹിന്ദാലം, കൃതമാലം, അതിലെ പൊയ്കകളൊക്കെയുണ്ട്. ധാരാളം താമരപ്പൂക്കൾ, ആ പൊയ്കകളിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കൾ. ഇത്തരത്തിലുള്ള ഒരു ഭംഗിയുള്ള ഉദ്യാനത്തെയാണ് കാണുന്നത്. ആ ഉദ്യാനത്തിൽ ഒരു പാരിജാത വൃക്ഷവും അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെയും കാണുകയാണ്. ബാലാർക്ക പാടലാകാര നവയൗവനദർപ്പിത. ബാലസൂര്യനെ പോലെ യൗവനയുക്തയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നു. ഇവിടെ ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് ആ സൗന്ദര്യമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. കണങ്കാലുകളും ദേവിയുടെ കണങ്കാലുകൾ, മോഹിനിയുടെ കണങ്കാലുകൾ കാമദേവന്റെ ആവനാഴിക്ക് സദൃശമാണ്. നേർത്ത പട്ടുകൊണ്ട് അലങ്കരിക്കപ്പെട്ട അരക്കെട്ട് അതീവ മനോഹരമാണ്. നവമാണിക്യ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ പൊന്നരഞ്ഞാണം, നാഭിക്ക് താഴെയുള്ള ത്രിവലി, ഇങ്ങനെ അംഗപ്രത്യംഗം ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് തൻ്റെ മുന്നിൽ കാണുന്ന ആ മോഹിനി രൂപത്തെ, ആ മോഹിനിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ആ മഹാദേവൻ
തൻ്റെ സമീപത്ത് നിൽക്കുന്ന പാർവതീദേവിയെ പോലും മറന്നുകൊണ്ട് ആ മോഹിനിയുടെ പിന്നാലെ ചെല്ലുകയാണ്. ആരെയാണോ ഇവിടെ ഉപേക്ഷിച്ചത്, ആ പാർവതിയുടെ മഹത്വം എന്താണ്? തൻ്റെ തപോബലം കൊണ്ട് ഭഗവാനെ വശീകരിച്ച പാർവതി ഉമയാണ്. ആ ഉമയെയാണ് ഇവിടെ ആ ശ്രീപരമേശ്വരൻ ഉപേക്ഷിക്കുന്നത് മോഹിനിയെ കണ്ട സമയത്ത്. അങ്ങനെ പിന്നാലെ ചെല്ലുന്നു. അപ്പോഴേക്കും മോഹിനി തൻ്റെ കയ്യിലുള്ള ഒരു കളിപ്പന്ത്, ആ പന്തടിച്ചുകൊണ്ടാണ് വീണ്ടും മുന്നോട്ട് പോകുന്നു, ദൂരത്തേക്ക് പോകുന്നു. കുറേ ദൂരം പിന്നാലെ ചെന്ന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് കാമമോഹിതനായ ആ ശ്രീപരമേശ്വരൻ മോഹിനിയെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു. ആശ്ലിഷ്യ അതിവേഗേന തദ്വീര്യം പ്രച്യുതം തഥാ. അപ്പം ആ സമയത്ത് അവിടുത്തെ മഹാദേവന്റെ ശ്രീപരമേശ്വരന്റെ വീര്യം പതിച്ചു എന്നാണ്. ആ വീര്യത്തിൽ നിന്നാണ് ശാസ്താവ് ഉണ്ടായത്. മറ്റൊരു പേരിലും നമ്മൾ ശാസ്താവിനെ ആരാധിക്കാറുണ്ട്. അഞ്ചിൻ്റെയും അപ്പൻ അഥവാ പഞ്ചഭൂതങ്ങളുടെയും നാഥൻ, അയ്യപ്പൻ എന്ന് പറയാറുണ്ട്. ഈ ശാസ്താവിൻ്റെ, ധർമ്മശാസ്താവിൻ്റെ പ്രഭാവം അസുരന്മാരുടെ ഗർവത്തെ നശിപ്പിക്കുവാൻ ശക്തനാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ ആദ്യം അവതരിച്ചു. ദേവന്മാരുടെയും അസുരന്മാരുടെയും മുന്നിൽ വീണ്ടും രണ്ടാമത് എടുത്ത ഈ അവതാര സന്ദർഭത്തിൽ ആണ് ശാസ്താവിൻ്റെ പ്രാദുർഭാവം എന്ന് പറഞ്ഞു. ഈ ആഖ്യാനങ്ങളിൽ കൂടിയിട്ട് അതീവ ഗോപ്യവും അത്യന്ത വിരളവുമായ യോഗാനുഭവത്തിൻ്റെ ആ സ്ഥൂലമായ വർണ്ണനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ശ്രീനാരദ മഹർഷിയിൽ നിന്നും മോഹിനിയുടെ സൗന്ദര്യവദനയെ കേട്ട ആ ശ്രീപരമേശ്വരൻ അത് കാണുവാൻ വേണ്ടി പാലാഴത്തി തീരത്തെത്തുകയും ആ സമയത്ത് മഹാവിഷ്ണു ആവട്ടെ അനന്തമെത്തയിൽ നിന്ന് എഴുന്നേറ്റ് ആ ശ്രീപരമേശ്വരനെ പുൽകുന്നു. ഈ ആലിംഗനം പോലും അഭേദകൽപ്പനയെയാണ് സൂചിപ്പിക്കുന്നത്. ശിവനും വിഷ്ണുവും ആലിംഗനബദ്ധരാവുകയാണ്. ഏകമായ ബ്രഹ്മത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ഈ ശിവവിഷ്ണു സങ്കല്പം. ഇവിടെ ആ ശിവന്റെ, ശ്രീപരമേശ്വരന്റെ ആവർത്തിച്ചുള്ള ഇച്ഛാപ്രകടനത്തിന് ശേഷമാണ് മോഹിനി രൂപത്തെ അദ്ദേഹത്തിന് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും മോഹിനിയെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കവേ കുതറി ഓടുന്നു എന്നാണ്, പിടികൊടുക്കാതെ ഓടുന്നു എന്നാണ്. യോഗമാർഗത്തിൽ ഓരോ ഗ്രന്ഥികളുടെയും ഭേദനങ്ങളും അല്ലെങ്കിൽ ആധാരചക്രങ്ങളുടെ ഭേദനങ്ങളായിട്ടാണ് അതിനെ പറയുക. ഒടുവിൽ ഗാഠമായിട്ട് ആലിംഗനം ചെയ്യവേ ഉണ്ടായ ആ വീര്യം, ശിവവീര്യം, അത് ശിവശക്തി സമ്മേളനത്തിന് ശേഷമുള്ള അമൃതപ്രവാഹം എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ആ ഒരു ശങ്കരമോഹനം എന്നുള്ള കഥയാണ് ഇവിടെ വർണ്ണിച്ചു വന്നത്. അവ ഹരിഹര സങ്കലനത്തിൽ നിന്നും, ശിവനും വിഷ്ണുവും തമ്മിലുള്ള സമ്മേളനത്തിൽ നിന്നും ഉണ്ടായ ചൈതന്യം ശാസ്താവ്. അതായത് യോഗേശ്വരനായിട്ടുള്ള ആ ശിവന് മോഹിനി പ്രാപ്തിയിലൂടെ ബ്രഹ്മാനുഭൂതിയാണ് ലഭിക്കുക. ഇടാപിങ്കള നാഡികളിലൂടെയുള്ള പ്രാണപ്രവാഹം സുഷുമ്നയിലൂടെ ഊർധ്വമുഖമായി
സഞ്ചരിച്ച് ഗ്രന്ഥികളെയും ആധാരചക്രങ്ങളെയൊക്കെ ഭേദിച്ച് ആ ശിവശക്തി സമ്മേളനം നടത്തിയപ്പോൾ ഉണ്ടായ അമൃതസ്രാവം, ഇതിൽ നിന്ന് ശാസ്താവിൻ്റെ ആവിർഭാവം, പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ ശാസിക്കുവാൻ, നിയന്ത്രിക്കുവാൻ, ശിക്ഷിക്കുവാൻ ശക്തനായ ഒരു ദേവചൈതന്യം. അതാണ് ശിവവിഷ്ണു അംശഭൂതനായിട്ടുള്ള ധർമ്മശാസ്താവ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുകയാണ്. ഈ ശിവ വീര്യത്തിൽ നിന്നും ഭൂമിയിൽ ആ വീര്യം പതിച്ച അതിൻ്റെ ഫലമായി വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഖനികൾ ഉണ്ടായി. അങ്ങനെ ആ വീര്യശ്രവം കൊണ്ട് ഭൂമി രജത സുവർണവർണ്ണയായി തീർന്നു എന്നുകൂടി പറയുകയാണ്. അപ്പൊ ഇവിടെ സദാസമയത്ത് പാർവതീ സമേതനായ ശ്രീപരമേശ്വരൻ കൈലാസത്തിൽ വർത്തിക്കുന്നു എന്ന നമ്മളുടെ പുരാണ സങ്കല്പം. കൈലാസം എന്നാൽ ബോധവികാസത്തിൻ്റെ പരമകാഷ്ഠയാണ്. അതിന് ആസ്പദമായിട്ടുള്ള സഹസ്രാരം ആണ്, അവിടെയാണ് ആ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു താത്പര്യത്തെ കൂടിയിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൈലാസത്തിൽ വസിക്കുന്ന ശ്രീപരമേശ്വരൻ പാർവതിയോട് ഒത്തുവസിക്കുന്ന ആ ഭഗവാന് മോഹിനി രൂപം കാണുവാൻ ആഗ്രഹം ജനിക്കുകയും കൈലാസം വിട്ട് താഴേക്ക് ഇറങ്ങുകയും ആ മോഹിനിയെ കണ്ട് ആ ആനന്ദത്തെ പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് പാർവതീ സമേതനായി നിർവൃതിയോടുകൂടി വീണ്ടും കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ ബ്രഹ്മാനുഭൂതിയെ സദാ ആസ്വദിച്ചുകൊണ്ട് വർത്തിക്കുന്ന യോഗിക്ക് അഭൂതപൂർവമായ ബ്രഹ്മാനുഭൂതിക്ക് ആഗ്രഹം ഉണ്ടാവുകയും അത് നേടിയെന്നുമാണ് യോഗ മാർഗത്തിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ താത്പര്യം. കാമപ്രേരണ കൊണ്ടും കാമനിവൃത്തി കൊണ്ട് സാധ്യമാകുന്ന മോക്ഷം അത് ഉണ്ടാവും. പഞ്ചഭൂതങ്ങളുടെയും അധീശത്വം സഞ്ജാതമാക്കുവാൻ കഴിയുമെന്നും ഇവിടെ ഈ കഥാരൂപേണ വർണ്ണിക്കുകയാണ്. വീണ്ടും മറ്റൊരു കഥയിലേക്ക് പ്രവേശിക്കുന്നു. അല്ലയോ അഗസ്ത്യ, ലോപാമുദ്രാപദേ ശൃണു അഥാത്ഭുതമിതം വക്ഷ്യേ. ഈ ഹയഗ്രീവ ഋഷീശ്വരൻ അഗസ്ത്യ മഹർഷിയോട് പറയാണ്, ലോപാമുദ്രയുടെ പതിയായിട്ടുള്ള ഹേ അഗസ്ത്യ, പണ്ട് ഭണ്ഡാസുരൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. അവൻ്റെ പ്രത്യേകത തൻ്റെ ഇച്ഛ കൊണ്ട് അനേകം അസുരന്മാരെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവരായിരുന്നു. അവൻ അസുരവർഗത്തെ സൃഷ്ടിക്കുവാൻ സമർത്ഥനായിരുന്ന ശുക്ര മഹർഷിയോട് തുല്യനായി കാര്യവിചാരം ചെയ്യാൻ പ്രാപ്തനുമായിട്ടുള്ള വിശുക്രൻ എന്ന ഒരസുരനെ തൻ്റെ വലത്തെ ചുമലുകൊണ്ട് സൃഷ്ടിച്ചു. ശുക്രൻ എന്നാൽ തേജസ് എന്ന അർത്ഥമുണ്ട്. ആത്മാവിൻ്റെ ഉദാഹരണത്തെ തടയുന്ന തരത്തിൽ തേജസ്സിനെ പ്രവർത്തിപ്പിക്കുന്നവനാണ് വിശുക്രൻ. ആ ഭണ്ഡാസുരൻ തൻ്റെ ഇടത്തെ ചുമലുകൊണ്ട് വിഷങ്കനെയും അവന്റെ സഹോദരിയായി ധൂമിനി എന്നൊരു അസുര സ്ത്രീയെയും സൃഷ്ടിച്ചു. ഇവിടെ വിഷങ്കൻ എന്ന ആ പദത്തിന് അർത്ഥം ധർമ്മവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ജീവൻ
അതിൻ്റെ പ്രതീകമാണ് വിഷങ്കൻ, വിഗതമായ സംഘത്തോടു കൂടിയവൻ. ഈ ഭണ്ഡാസുരൻ ഉഗ്ര വീര്യവാന്മാരായിട്ടുള്ള മറ്റ് അസുരന്മാരോടുകൂടി ശൗര്യവീര്യങ്ങളോടുകൂടി ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചു, പരാജയപ്പെടുത്തി. ഈ ഭണ്ഡാസുരന്റെ പ്രഭാവത്താൽ അധികാരമൊക്കെ നഷ്ടപ്പെട്ട് പശു സമാനരായി തീർന്ന സ്വർഗവാസികൾ, ദേവന്മാർ സകലതും ഉപേക്ഷിച്ച് പലയിടങ്ങളിലും പർവ്വതങ്ങളിലും ഗുഹകളിലുമൊക്കെയായിട്ട് വാസമാരംഭിച്ചു. യക്ഷന്മാർ, സിദ്ധന്മാർ, സാധ്യന്മാർ, എന്തിനേറെ പറയുന്നു, ത്രിമൂർത്തികളെ പോലും, വജ്രായുധധാരിയായിട്ടുള്ള ഇന്ദ്രനെ പോലും നിസാരമായി, തൃണസമാനമായി കണ്ടുകൊണ്ടാണ് ഈ ഭണ്ഡാസുരൻ ലോകത്തെ മുഴുവൻ കീഴടക്കിയത്. ആ ഭണ്ഡാസുരനെ വധിക്കുവാനും ലോകത്തെ രക്ഷിക്കുവാനുമായി മഹായാഗാഗ്നിയിൽ നിന്നാണ് ദേവിയുടെ അടുത്ത ഒരു ആവിർഭാവം ഉണ്ടായത്. യദ്രൂപശാലിനീം ആഹുർലളിതാം പരദേവതാം പാശാങ്കുശ ധനുർബാണ പരിഷ്കൃതകരാംബുജാം സാ ദേവീ പരമാശക്തി പരബ്രഹ്മസ്വരൂപിണി. കൈകളിൽ പാശാങ്കുശങ്ങളെ ധരിച്ചുകൊണ്ട് വില്ലും അമ്പും, കരിമ്പിൻ്റെ വില്ലും പുഷ്പബാണങ്ങളുമൊക്കെ ധരിച്ച് ലളിതാ പരമേശ്വരിയായി. ആ ലളിതാദേവിയാണ് ഭണ്ഡാസുരനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ ലളിതോപാഖ്യാനം ഹയഗ്രീവ അഗസ്ത്യ സംവാദം 5-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. അപ്പോൾ യോഗേശ്വരനായ ശ്രീപരമേശ്വരന് മോഹിനിയിൽ ഉണ്ടായ കാമം, ആ കാമത്തിന്റെ പരിണിത ഫലമാണ് എത്രയോ അസുരന്മാരുടെ ഗർവത്തെ കെടുത്തുവാൻ, ഗർവത്തെ ശമിപ്പിക്കുവാൻ തക്ക ബലമുള്ള മഹാശാസ്താവ് ആവിർഭവിച്ചത് എന്ന് പറഞ്ഞു. മറ്റൊന്ന്, ആ ശ്രീപരമേശ്വരൻ കാമദേവനെ ദഹിപ്പിച്ച ചാമ്പലിൽ നിന്നുണ്ടായ ഭണ്ഡാസുരൻ ത്രിമൂർത്തികൾ ഉൾപ്പെടെ ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തിയ, കീഴ്പ്പെടുത്തിയ, അവശരാക്കിയ ആ സാഹചര്യത്തിൽ ഭണ്ഡാസുരനെ ജയിക്കുവാൻ വേണ്ടി ലളിതാ പരമേശ്വരിയായി ആ ശക്തി അവതരിച്ചു. കാമശക്തിയുടെ 2 രൂപങ്ങളെയാണ് ഇവിടെ 2 സങ്കല്പങ്ങളായി, 2 കഥാപാത്രങ്ങളായി പറഞ്ഞത്. അസുരനിഗ്രഹശേഷിയുള്ള മഹാശാസ്താവ്, ദേവന്മാരെയും ലോകത്തെ തന്നെയും ക്ലേശിപ്പിക്കുന്ന ഭണ്ഡൻ എന്ന അസുരൻ, ഭണ്ഡാസുരൻ. കാമത്തിന്റെ 2 സാധ്യതകൾ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 5-ാം അധ്യായത്തെ സമർപ്പിക്കുന്നത്. 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി ചോദിക്കുകയാണ്, കഥം ഭണ്ഡാസുരോജാത കഥം വാ ത്രിപുരാംബിക കഥം സ നിഹത സാഖ്യേ തത്സർവം വദ വിസ്തര. ഈ ഭണ്ഡാസുരനും ലളിതാ പരമേശ്വരിയും, ആ അസുരന്റെ ആവിർഭാവം, എങ്ങനെയാണ് ദേവി അവനെ നിഗ്രഹിച്ചത്, അത് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് പ്രാർത്ഥിക്കവെയാണ് ഹയഗ്രീവ ഋഷീശ്വരൻ 6-ാം അധ്യായത്തിൽ ആ കഥ വിസ്തരിക്കാൻ തുടങ്ങുന്നത്. പുരാ ദാക്ഷായണീം ദഗ്ധ്വാ പിതുര്യജ്ഞവിനാശനാൻ ആത്മാനം ആത്മനാപശ്യൻ ജ്ഞാനാനന്ദരസാത്മക ഉപാസ്യമാനോ മുനിഭി അചിന്യഗുണലക്ഷണ ഗംഗാകൂലേ ഹിമവത പര്യങ്കേ പ്രവിവേശ. ആ ശ്രീപരമേശ്വരൻ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ സതിയെ പത്നിയായി സ്വീകരിക്കുകയും ഒരവസരത്തിൽ ദക്ഷപ്രജാപതിയുടെ യാഗത്തെ
നശിപ്പിക്കുകയും ആ യാഗശാലയിൽ വച്ച് ദാക്ഷായണിയായിട്ടുള്ള സതീദേവി ദേഹത്യാഗം ചെയ്തു. അതിനുശേഷമാണ് ആ ഭഗവാൻ ശ്രീപരമേശ്വരൻ മഹർഷിമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് ഗംഗാതീരത്ത് ഹിമാലയ പർവ്വതത്തിന്റെ പരിസരത്തിൽ വർത്തിച്ചുകൊണ്ട് തൻ്റെ ഗണങ്ങളോടൊപ്പം തപസ് ആരംഭിക്കുന്നത്. ആ ദേവിയാവട്ടെ യോഗമാർഗേണ ആ ഭൗതികദേഹത്തെ ത്യജിച്ച് ഹിമവാന്റെ പുത്രിയായി അവതരിക്കുകയും ചെയ്തു. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് ഈ ലളിതോപാഖ്യാനത്തിൻ്റെ ശരിക്കുള്ള ആ വിസ്തരിച്ചിട്ടുള്ള കഥയിലേക്കാണ് നമ്മൾ ഇവിടെ കടക്കുന്നത്. ഇനി വരുന്ന കഥാഭാഗങ്ങളിലാണ് ലളിതാ സഹസ്രനാമവുമായി ബന്ധപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ പല നാമങ്ങളും. അപ്പോൾ ഇതോടൊപ്പം തന്നെ ആ നാമങ്ങളെയും പരിചയപ്പെട്ടുകൊണ്ട് സാന്ദർഭികമായി ആ നാമങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് തന്നെ നമുക്കും തുടരാം. ഏവർക്കും നമസ്കാരം. ശ്രീമാത്രേ നമഃ.